1987 ജൂൺ മാസം 24 ഒരു കുഞ്ഞു പിറന്നു. കുഞ്ഞു പിറന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ 11ാം വയസ്സിൽ ഡോക്ടർമാരെല്ലാവരും വിധി എഴുതി ഇനി കൂടുതൽ ശക്തിയോടെ ആ കുഞ്ഞിന് ചലിക്കാൻ കഴിയില്ലെന്ന്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം ബാധിച്ച് ആ കുട്ടിയുടെ വികസനാത്മകമായ നടക്കലിനും ചലനത്തിനും സാധ്യമാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കും. അവിടെയാണ് ഒരു ചരിത്രം തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് 37കാരനായ തന്റെ മാന്ത്രിക സ്പർശമുള്ള ഇടംകാൽ കൊണ്ട് ഇതിഹാസങ്ങൾ തീർത്ത ലിയോണൽ ആന്ദ്രേസ് മെസ്സിയാണ് ആ ബാലൻ. പ്രതിസന്ധികളെ അതിജയിച്ച് ആ കുരുന്ന് വളർന്നു പന്തലിച്ചു. നിരവധി തവണ തന്റെ ടീമായ അർജന്റീനയ്ക്ക് ഒരു മേജർ കിരീടം നൽകാൻ അയാൾ ആവത് ശ്രമിച്ചു. ഒടുവിൽ 2014 വേൾഡ് കപ്പ്, 2015, 2016 കോപ്പ അമേരിക്ക തുടർച്ചയായ 3 മേജർ ഫൈനലുകളിൽ ടീം പരാജയപ്പെട്ടപ്പോൾ ഒരു നിമിഷം അയാൾ തന്നെ ഒന്ന് പതറിയിട്ടുണ്ടാവും. ആ സൂര്യൻ ഇനി ഉദിക്കാത്ത രീതിയിൽ അസ്തമിച്ചുവെന്ന് ലോകം ഒഴുക്കെ വിധി എഴുതി. അപ്പോഴും അയാൾ കീഴടങ്ങാൻ മനസ്സിലായിരുന്നു. പരാജയങ്ങളെ പൂച്ചെണ്ടുകളായും വിമർശനങ്ങളെ തന്റെ കായികോദ്യാനങ്ങളിലേക്കുള്ള വെള്ളമായും വളമായും അയാൾ സ്വീകരിച്ചു. അതെ, ആ പരാജയങ്ങളെ അയാൾ വിജയങ്ങളിലേക്കുള്ള ചെവിട്ടുപടികളാക്കി തീർത്തിരുന്നു. പിന്നീട് കണ്ടത് ഇതിഹാസങ്ങളുടെ കഥ പറയുന്ന ഒരു ചരിത്രമാണ്. 2001 കോപ്പ അമേരിക്ക, 2022 ഖത്തർ വേൾഡ് കപ്പ്, 2022 ഫൈനലിസ്മ, ഇതിലെല്ലാം ചാമ്പ്യന്മാരായി മെസ്സിയുടെ ചിറകിലേറി അർജന്റീന ചാമ്പ്യൻ പട്ടം നേടിയപ്പോ വലിയൊരു ചരിത്രത്തിന്റെ പുതുനാമ്പുകൾ അവിടെ വിരിയുകയാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്, മെസ്സിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, തുടർച്ചയായി പരാജയപ്പെട്ട് എല്ലാവരും അവഹേളിക്കുന്ന സമയത്തും പിന്തിരിഞ്ഞോടാൻ മെസ്സി തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടിയിട്ട് പോലും തിരിച്ചു വന്ന് ജൈത്രയാത്രയിൽ ഞാൻ ഇതാണെന്ന് കാണിക്കാനുള്ള ആർജവം അത് നമുക്ക് നേടിയെടുക്കേണ്ടതാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ മുന്നിൽ കാണുമ്പോൾ ആത്മഹത്യയുടെ മുനമ്പിൽ പരിഹാരം തേടുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ നമ്പർ 1 കാര്യം മനസ്സിലാക്കേണ്ടത്. പരാജയപ്പെടാൻ ഒരു നിമിഷം മതി, പക്ഷെ വിജയിക്കാൻ 1000 പരാജയങ്ങളെ അതിജീവിക്കേണ്ടി വരും. 2, പ്രായം പരിഗണിക്കാതെ കഠിനാധ്വാനത്തിലൂടെ തന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാനുള്ള ആർജവം. ഈ 2 കാര്യങ്ങളും നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. ചിറകറ്റുപോയാലും അത് തുന്നിച്ചേർത്ത് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരണം. അതിലേക്കായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ ജൈത്രയാത്രകളും.